രാമായണ മാസത്തിന്റെ പുണ്യം പകർന്ന രാമായണ ചിത്ര പ്രദർശനം ചൂരക്കാട്ടുകര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം ശരണാഞ്ജലി ഹാളിലാണ് രാമായണത്തിലെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രധാന സംഭവങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ചിത്ര പ്രദർശനം നടക്കുന്നത്. ഒപ്പം ദശാവതാരങ്ങളുടെ ചിത്രങ്ങളും ഉണ്ട്. ചൂരക്കാട്ടുകര സ്വദേശിയായ റിട്ടയേർഡ് ചിത്രകലാധ്യാപകനായ രാധാകൃഷ്ണൻ മാസ്റ്ററാണ് ഏകദേശം 2 വർഷത്തോളം സമയമെടുത്ത് ചിത്രങ്ങൾ ഓരോന്നും ഒരുക്കിയത്. ദുർഗാ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാലയും വിൽപ്പാട്ടമൊക്കെ നടത്തുന്ന ഒരു സംഘടനയുണ്ട്. ഇപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമ്പലങ്ങളിലൊക്കെ ബാല പരിപാടികളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും പറയുന്നത് ഈ പുരാണങ്ങളിലും അതുപോലെ തന്നെയുള്ള ഇതിനുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് റിട്ടയർഡ് ചെയ്ത കാലം മുതൽക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് രാമായണത്തെക്കുറിച്ചും അതുപോലെ തന്നെ രാമായണ കഥയിലെ ആ പ്രധാന ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം നടത്താനുള്ള ഒരു ശ്രമം വേണമെന്നുള്ളത്. പണ്ട് ചിത്ര ബാലരമ അതേമാതിരി ഓരോരോ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കുട്ടികൾക്ക് അത് വായിച്ച് അതിൽ നിന്ന് കഥകളും ഇതൊക്കെ പുരാണ കഥകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് വായനാശീലം കുറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ പ്രസിദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 2023 തൊട്ട് ഞാൻ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. 23-24 ഏകദേശം വരച്ചു കഴിഞ്ഞു. രാമായണത്തിലെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഉള്ള ഒരു ചിത്ര പരമ്പരയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രത്നാകരൻ്റെ തപസ്, അവിടുന്ന് വന്നു മറ്റേ കാനനവാസം, അതുപോലെയുള്ള ആ ചിത്രങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ട് ഒരു 50 ചിത്രങ്ങൾ. അതായത് പട്ടാഭിഷേകം, രാമരാവണ യുദ്ധം കഴിഞ്ഞ് സീതേനെ കൊണ്ടുവന്ന് പട്ടാഭിഷേകം കഴിക്കുന്ന വരെയുള്ള ഒരു 50ഓളം ഫ്രെയിമുകളിലാണ് ഈ ചിത്രങ്ങൾ ഞാൻ ഒതുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് രാമായണത്തെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ രാമായണ സംഭവങ്ങൾ ഉൾപ്പെടുത്തി ചിത്ര പരമ്പര ഒരുക്കിയത്. സ്കൂളുകളിലും ക്ഷേത്രങ്ങളിലും മറ്റ് അനുയോജ്യമായ വേദികളിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ അമ്പലങ്ങളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും കുട്ടികൾക്ക് ബോധം നൽകാനും സ്കൂളുകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രദർശനത്തിന് വേണ്ടി ആണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂളിൽ ഒരു ദിവസത്തെ പ്രദർശനം കഴിഞ്ഞു. അതിന് ശേഷം എൻ്റെ തട്ടകമായിട്ടുള്ള അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടത്താൻ അതിൻ്റെ അധികാരികൾ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് മാറ്റി കൊണ്ടുവന്നു. വാസ്തവം പറയണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കലാജീവിതത്തിലെ എല്ലാ പ്രോത്സാഹനവും തന്നിട്ടുള്ളത് അയ്യപ്പൻകാവ് ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ആവണതിന് എനിക്ക് വളരെ ധന്യതയുള്ളൂ. അക്രിലിക് കളറുകൾ ഉപയോഗിച്ച് ക്യാൻവാസിലാണ് ഓരോ ചിത്രങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് കളർ ഉപയോഗിച്ചിട്ടുള്ളത് അക്രിലിക് കളറിലാണ്. പണ്ടൊക്കെയാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ കളറിലാണ് സാധാരണ ഇതേമാതിരിയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാറ്. ഇപ്പോൾ അക്രിലിക് കളറാണ് പ്രകാരത്തിലുള്ളതും എളുപ്പവും. അതുകൊണ്ട് അക്രിലിക് കളറിലാണ് എല്ലാ ചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. ഈ ശരിക്കും ഒരു 2-1.25 അടി ഉള്ള ചിത്രങ്ങളാണ് വരച്ചത്. ഇതിൻ്റെയൊക്കെ ഇരട്ടി വലിപ്പത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് വരച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വെക്കാൻ, ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യം ഒക്കെ കൂടി ആലോചിച്ചപ്പോൾ ആ ഫ്രെയിമിൽ ഒതുക്കിയതാണ്. അക്രിലിക് കളറിലാണ് വരയ്ക്കുന്നത്. ക്യാൻവസിലാണ് വരച്ചിട്ടുള്ളത്, പേപ്പറിലല്ല, ക്യാൻവസിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാൻവാസിൽ വരച്ചിട്ടുള്ള ഈ ചിത്രങ്ങളിൽ ഇനിയിപ്പോൾ ഫൈനലായിട്ട് ഈ രാമായണ മാസത്തിലെ തന്നെ പ്രദർശിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് അതിൻ്റെ ഈ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. വരച്ച് കഴിഞ്ഞിട്ട് പിക്ചർ വാർണിഷൊന്നും അടിച്ചിട്ടില്ല. പിക്ചർ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിന് ബ്രൈറ്റ് കിട്ടും. രാമായണ മാസത്തിൽ തന്നെ ചിത്രപ്രദർശനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ. ചൂരക്കാട്ടുകര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ ശരണാഞ്ജലി ഹാളിൽ തുടരുന്ന ചിത്രപ്രദർശനം ജൂലൈ 20 ഞായറാഴ്ച രാത്രിയോടെ സമാപിക്കും. ATK ന്യൂസ്, അമലാനഗർ.